പട്ടി സഞ്ചരിക്കുമ്പോഴേ പട്ടി പോണ കണ്ടില്ലേ, നമ്മുടെ കൂടെ വരുമില്ല, പള്ളിയിലൊക്കെ വരുത്തില്ലേ അല്ലേ? അവൻ മുമ്പിൽ ചിലപ്പോൾ പുറകിലേ പിടിക്കത്തുള്ളൂ. എന്താ കാര്യം? അവൻ കാണുന്ന തെങ്ങും മുട്ട മുഴുവൻ മൂത്രം ഒഴിച്ചേ വരത്തുള്ളൂ. അവർ കാണുന്ന എന്തിനാണ് കാര്യം? ഈ വീട്ടുകാരൻ നഷ്ടപ്പെട്ടാലും അതിൻ്റെ മൂത്രത്തിന് മണം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് വളരെ കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കാണുന്നിടത്ത് എല്ലാം കാല് പൊക്കി മൂത്രം ഒഴിച്ചുകൊണ്ട് പോകുന്നത്. ഈ കാല് പൊക്കി മൂത്രം ഒഴിക്കണ പട്ടികളെപ്പോലെ ആയിരിക്കരുത് ഉടമ്പടി. തിരിച്ചു പോകണമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് വെരി സീരിയസ് തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പലരുടെയും കുഴപ്പങ്ങൾ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസം മാത്രമേ ഉള്ളൂ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവം. ഉടമ്പടി 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും ഒരു 90 ദിവസം കൂടെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കേണ്ട, ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാവല്ല. അത് പട്ടി വഴിനീളെ മൂത്രം ഒഴിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? തിരിച്ചു പോകുന്നു. ഉടമ്പടിയിലും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്താണ്? നീ പോകുന്ന ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും നീ ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോരരുത്. ഈ കൊടുത്ത പോയിന്റ് മറന്നു മനസ്സിലായില്ലേ? അതാ ഒന്നുകൂടി വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചേ. അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. 24:8 എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇത് എന്റെ മക്കൾ വളരെ സീരിയസ്. ഇന്ന് വെളുപ്പിനെ ഈശോ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ കാര്യം? ഉടമ്പടിയുടെ വിഷയം നിയോഗം നിറവേറിയില്ലെങ്കിലും, ഉടമ്പടി എന്താണ്? എബ്രാഹത്തിന് ഇസഹാക്കിന് മകളെ കണ്ടെത്താൻ, ഇസഹാക്കിന് നാട്ടിലോട്ട് പോവുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജീവിത പങ്കാളെ കണ്ടെത്താൻ കഴിയണം. അപ്പം വൃത്തം ചോദിക്കണത് എന്താണ്? അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇത്രയും അകലെ വരാൻ താല്പര്യമില്ലെങ്കിലും എന്താ പറയുക, ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല. അതാണ് ആ ലൈൻ പോണ പോക്കുണ്ടല്ലേ. ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്. ഇവർ വളരെ സീരിയസ് ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ഇതൊരു നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. നിൻ്റെ ഉടമ്പടി നിയോഗം ചില കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നീ കൊച്ചുണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടമ്പടിയിൽ ഒരു സംശയമില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഉടമ്പടിക്ക് മുമ്പൊരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത ആളാണ്. 86 84 തുടങ്ങി. അച്ഛനായത് 85-ലാണെങ്കിലും ധ്യാനം ഞാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ധ്യാനഗുരുവാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയണത്, ഈ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറികളെല്ലാം എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഡിഫറൻസ് 3 ഇരട്ടിക്ക് കൂടുതലാണ്. ഇത് ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് പണ്ടാര ടൈം ഷോർട്ടണിങ്ങാണ്. പെട്ടപ്പെടാന്നിങ്ങനെ. ഇപ്പം ഈ മെർലിനൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി പുതുക്കി, ഉടമ്പടി പ്രകാരം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ദശാംശം തന്നെ ഞങ്ങൾ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കും. ജീസസ് പോലുള്ള ആത്മീയ സംഘടനകൾക്ക് അവർക്ക് ശുശ്രൂഷ കൂടാൻ കൊടുക്കും. അതുപോലെ തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ജനിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പം ഞാൻ അവളെ പോയി കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുണ്ടായിരുന്ന ചിലവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത്. അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത് അവൾക്കുണ്ടായിരുന്ന ചിലവ് ഞാൻ വഹിച്ചു ആ കാലങ്ങളെല്ലാം. അങ്ങനെ മനുഷ്യ ഉടമ്പടി ചെയ്യണത്. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു 1.5 വരവായിപ്പോയി. ഭാര്യയും ഭർത്താവും. അതുപോലെ തന്നെയാണ് സുവിശേഷ വേലയും. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാമോ? അങ്ങനെ വന്നപ്പോൾ നടക്കണമെന്ന് സംഭവിച്ചത്, നമ്മളെ ഉടമ്പടിയോട് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 അതായത് ഇത്രയും അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ചില്ലേ? ഉടമ്പടി റെക്ടിഫൈ ചെയ്തു. ആദ്യം തെറ്റിപ്പോയപ്പോൾ ഉള്ള ജോലി കൂടി പോയി, 0 ആയി. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ പൂർവാധി ശക്തമായിട്ട് അവരെ
ഉടമ്പടി നിറവേറ്റാൻ തുടങ്ങി. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ക്ലിയർ ചെയ്തപ്പോൾ ഇവർ അപേക്ഷ പോലും വെച്ചിട്ടില്ല. ആമസോണിൻ്റെ ഏരിയ മാനേജറായിട്ട് ഇയാളെ അപേക്ഷ വെക്കാതെ അവർ ഇയാളുടെ ബയോഡേറ്റ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കോൾ ഫോർ ചെയ്യാൻ. കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ രക്ഷപ്പെടുത്താൻ 10,000 വഴികളുണ്ട്. നിൻ്റെ ചിന്തയിൽ ഒരു കമ്പനിയും ഒരു രാജ്യമേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടാകത്തുള്ളൂ. ഉടമ്പടി ഓപ്പൺ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? കർത്താവിൻ്റെ സാധ്യതയ്ക്ക് ഇടണം. നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചു? സ്ത്രീക്ക് ഇവർക്ക് എന്താ സംഭവിക്കണേ? ആമസോണിൻ്റെ ഏരിയ മാനേജർ എന്ന് പറയണത് ഇയാൾ പഠിച്ചത് ഫൈനാൻസാണ് പഠിച്ചത്. ഇപ്പോൾ ഫൈനാൻസ് ഇയാളെ പഠിച്ച പ്രൊഫഷൻ തന്നെയാണ് വിളിച്ചിരിക്കണത്. അപ്പം നല്ല ശമ്പളം, പക്ക ശമ്പളമാണ്. ഇയാൾ വല്ല അപേക്ഷ വെച്ചാൽ? ഒരു അപേക്ഷ വെച്ചിട്ടില്ല. ഇയാൾക്ക് അവരറിയാവോ? അറിയാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഈ സംഭവങ്ങളെല്ലാം. നമ്മളൊരു സത്യസന്ധമാണെന്ന്, ഇപ്പം നിൻ്റെ കല്യാണം താമസിക്കുന്നു, നീ കൊച്ചുണ്ടാകാൻ താമസിക്കുന്നു, ശരി, നീ വീട് വിൽക്കാനോ താമസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തെല്ലാം എന്താണ്? ഈ ഓരോ സംഭവവും നമ്മളെപ്പോഴും ഉടമ്പടി വയ്ക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും നല്ല വാക്ക് ഉടമ്പടിക്കാർക്ക് മനസ്സിൽ ഓർക്കേണ്ട വാക്കാണ്. എന്താണ്? ദൈവം. എന്താണ്? ദൈവം. സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാരുടെ കയ്യിലല്ല നമ്മുടെ ഭാവി ഇരിക്കണത്. ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. സമസ്തവുമാണ് നിന്റെ ജോലി, വീട്, വിവാഹം, പെൻഷൻ, PR, ഈ സമസ്തവും കർത്താവിൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ്? നമ്മൾ ഈ സമസ്തവും ദൈവത്തിൻ്റെ കീഴിലാക്കണം. അതാണ് വിഷയം. നമ്മൾ സമസ്തവും നമ്മുടെ ചിന്ത, ആലോചന, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗോകുൽകൃഷ്ണയുടെ സാക്ഷ്യങ്ങളിലൊന്ന്, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അവളുടെ. അല്ല, ഒരു സാക്ഷ്യം പറയണത്, ഞാൻ ചെറുപ്പമാണ്, ഈ ടൈറ്റ് യൂത്തിൻ്റെ ടൈമാണ്, എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജർമ്മനി ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിച്ച്. എന്താണ് കാര്യം? ആ പ്രായം ബോറടിക്കുന്ന പ്രായമാണ്. കാര്യം എല്ലാവർക്കും തന്നെ ലൈനുണ്ട്. അതാണ് വിഷയം. കാര്യം അവർക്ക് ഈ ആൾക്കാർക്ക് ആ പ്രായത്തിൽ ബോറടിക്കുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ പണി കിട്ടും, പല പരിപാടിയാണ്. പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പനമ്മ വീട്ടിലല്ലേ, ഇടയ്ക്കിങ്ങനെ സ്കൈപ്പിൽ തിരിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ കാര്യമില്ലല്ല. അത് ഫ്രെയിം വെച്ച ഫോട്ടോ പോലെയാണ്. അമ്മ ചോദിക്കുന്നത് തിന്നാന്ന് ചോദിക്കും, അതാണ് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. കഴിച്ച നിൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഇത് സ്ഥിരം ചോദ്യമാകുമ്പോൾ ഒരു കൊല്ലം ആകുമ്പോൾ അമ്മയെ വെറുക്കും. കാര്യം ഇവർക്ക് ഇത് ചോദിക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. ശമ്പളമാണെങ്കിൽ ശമ്പളം ചോദിക്കും, ശമ്പളം കിട്ടിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കും. അത് ഒരു കൊല്ലം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ തള്ള വാ പൊളിക്കണ ശമ്പളത്തിനാണെന്നുള്ളൂ. അപ്പം നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയാകും. ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർക്ക് മടുപ്പാകും. കാര്യം ചോദിക്കാൻ പോണ കാര്യം ഇത്രയാണ്. അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വിളിക്കുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്താൽ മതി. കഴിച്ചു, ശമ്പളം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവർ ഓക്കെ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളെ. കാര്യം കൈ വിട്ട് നിൽക്കുന്ന ആ പിള്ളേരെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കോളേജിൽ പോയി ഓടിക്കേണ്ടി വരും. അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രാജഡി ഒന്നും നിങ്ങളോട് പറയണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഉടമ്പടി എടുത്ത് അതിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കാര്യം? നമുക്കറിയത്തില്ല എന്ത് അണ്ടർ കറണ്ടാ പോകണമെന്ന്. ഇപ്പോൾ ഗോകുൽകൃഷ്ണൻ എന്താ പറയണത്? എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഒറ്റക്ക് നടന്ന്. എല്ലാവർക്കും കൂട്ടുണ്ട്. അപ്പോൾ കൊള്ളാവുന്നതായാലും കൊള്ളാത്തതായാലും ആരെങ്കിലും ഒരു കൂട്ട് കിട്ടണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ബോറടി മാറും. അത് എല്ലാ യൂത്തും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എല്ലാ യൂത്തും അനുഭവിക്കുന്ന കാര്യം. ഒരു പ്രണയക്കൂട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോംപ്ലക്സാണ്. എന്താണ്? തനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നും ഒക്കാതെ വന്നതെന്ന് തോന്നുന്നു. അത് നമ്മൾ അമ്മയോടൊന്നും പറയാം. ചിലർ അപ്പം അമ്മയോടൊക്കെ ഈ സംഭവം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും, ചിലർ ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ചങ്കടിപ്പെന്ന് പറയണത് തനിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ ബോഡിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ട്, താൻ തിരിവാകുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ താൻ തിരിവാകുകയാണ്.
അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കണത് എന്താണ്? തിരിവാകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പുതിയ പുതിയ അഭ്യാസങ്ങൾ കാണിക്കും. ഇവിടെ കാലുകുത്തുന്ന ഓരോ മനുഷ്യരും ഞാൻ നോക്കണത്, ഞാൻ ചൂടാകണത് ആത്മീയ കാപഠ്യം ഉണ്ടെങ്കിൽ ചൂടാകത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഐ ആം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ കർത്താവിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് ദുർവിനിയോഗിച്ചാൽ ഞാൻ നിങ്ങളുടെ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചൂടാകണതാണത്. അല്ലാതെ ആൾക്കാരെ നോക്കി ചൂടാകണതല്ല. ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശാസിക്കുന്നതാണ്, അല്ലേ ഉള്ളു. അല്ലാതെ നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക് തേച്ച് വന്നാലും എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നാളൊരാൾ മുഴുവനും മദാമയെ പോലെ കളറൊക്കെ ചെയ്ത് വന്ന് ഞാൻ ചിരിച്ച്, അത്രയേ ഉള്ളൂ. അത് അവരുടെ പ്രായത്തിന് അവർക്കത് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒറ്റപ്പെടലെന്ന് പറയുന്ന സംഭവം, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പോകുക, ഇത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കമ്പനിക്കാരൊക്കെ എത്ര നമ്മളെ ശ്രദ്ധിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 10-30 വയസ്സുള്ളെങ്കിലും 60 വയസ്സിൻ്റെ ബ്രാൻഡിൽ ഇരിക്കുകയുള്ളൂ. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കെമിക്കലല്ലേ. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയിട്ട് ചിന്തിക്കാം. അപ്പോൾ അതിനേക്കാളെല്ലാം മനസ്സിൻ്റെ കണ്ടൻറ്റ് വരണം. ഇപ്പം ഇവിടെ നല്ല പ്രായമാണ്, പറയണം എനിക്കൊരു കൂട്ട് കിട്ടണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ നിന്നേക്കാൾ നല്ല കൂട്ട് ആർക്കും തരാൻ പറ്റത്തില്ലെന്ന്. അത് കേൾക്കാൻ നല്ല രസമാണ്. എൻ്റെ ടൈറ്റ് ജീവിതത്തിൽ ജീസസ് നിന്നെപ്പോലെ നല്ല കൂട്ട് ആർക്കും, അതാര് ഗോകുൽ കൃഷ്ണയെ പറയണമെന്ന് ഓർക്കണം. ഇത് ഇവരുടെ ജ്ഞാനമെന്ന് പറഞ്ഞ പണ്ടാര ജ്ഞാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റാലിക്ക് ചില ആൾക്കാർ ഓടുമല്ല, നടന്നു വരുമ്പോൾ ഓടുകയല്ലേ. ഓടുമ്പോൾ നടന്ന് കയറാൻ വരുമ്പോൾ ചില ആൾക്കാർ ഓടുമ്പോൾ ഇവിടെ അവർക്ക് ഇങ്ങനെ ഓട്ടതിരത്ത് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ച് ആരാണ്ട് ഓടുന്ന കണ്ടപ്പോൾ ഇവളും ഓടി മുമ്പിലെത്തി മാതാവിൻ്റെ അടുത്ത് എത്തണമായിരിക്കും ചിലപ്പോൾ പരിപാടിയെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി, ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നത് അമ്മയുടെ റാലി കൂടാനല്ലേ വന്നത്. ഞാൻ ഓട്ടം നിർത്തിയപ്പോൾ എനിക്ക് കാര്യം ഭയങ്കര ചൂടാണ്. ശരിയാണ്, നമ്മൾ വെയിലത്തൂടിയല്ലേ പോയത്, നല്ല പൊള്ളണ വെയിലത്തൂടിയാണ് പോയത്. ഇപ്പോൾ ശരീരമൊക്കെ വിറക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അവിടെ നിന്ന് തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ബോഡി വേറെ ഒരു കണ്ടീഷനാണ് ഒരാഴ്ച. പിന്നെ ശരിയായി പറഞ്ഞെങ്കിൽ അയ്യോ എൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. ചൊറിഞ്ഞും മാന്തിയൊക്കെ ഞാൻ കണക്കിനാണ് ഈ ഫ്രാൻസിലൊക്കെ ജീവിച്ചത്. ചുണ്ടൊക്കെ വല്ലാത്ത മനുഷ്യർ, ശരീരം മുഴുവൻ ഇങ്ങനെ പൊടി വന്ന് വയസ്സന്മാരെപ്പോലെ ഇരിക്കും, പൊടിയൊക്കെ കയറി ശരീരത്തിൽ മുഴുവൻ പൊടി പോലെയൊക്കെ വരും. അതുകൊണ്ട് അവരെല്ലാം കുറേ സാധനങ്ങളൊക്കെ തേച്ചാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇവർ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, തണുപ്പിലും ചൂടിലൊക്കെ വന്നത്. അപ്പോൾ ഈ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. ഉടനെ ഗോകുൽ കൃഷ്ണ പറയുവേ, കർത്താവേ എനിക്കിത് റാലി പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ശുദ്ധീകരണത്തിന് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ഈ ശരീരത്തിൻ്റെ ചൂട് കാഴ്ചവെക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ജ്ഞാനസ്ഥാനപ്പെടാത്തൊരു സന്തതി പറയുന്ന സംഭവം പ്രാർത്ഥനയാണിത്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ ശുദ്ധീകരണത്തിന് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ ഇപ്പം സഹിക്കാനാവാത്ത ചൂട് ഞാൻ ഇതാരും ഇവർക്ക് പറഞ്ഞു കൊടുക്കണേ? പരിശുദ്ധാത്മാവല്ല, പിന്നെ ആര് പറഞ്ഞു കൊടുക്കാനാണ്? ഏത് വേദപാഠം പഠിച്ചിട്ടാണ്? ഒരു വേദപാഠവും പഠിപ്പിക്കാത്തവരെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായ നേട്ടങ്ങളുടെയും നിയോഗങ്ങളുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉടമ്പടിയെ പുതുക്കുമ്പോഴൊക്കെ ഒരു ആധ്യാത്മിക അനുഭവങ്ങൾക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കക്ഷികളെല്ലാം മെർലിനായാലും അതുപോലെ തന്നെ ഗോകുൽ കൃഷ്ണനായാലും അവിടെ ആധ്യാത്മിക അനുഭവങ്ങൾ കണ്ടില്ലേ? അതാണ് അടിയൊഴുക്കെന്ന് പറയുന്നത്. അവർ പുതുക്കി കഴിയുമ്പോൾ അവരുടെ നിയോഗം കർത്താവ് തന്നെയാണ്. ഇപ്പോൾ ഗോകുൽ കൃഷ്ണൻ എന്താ പറയണത്? ഞാൻ ടൈറ്റ് യൂത്താണ്. ഇപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ യൂത്താണ്, എനിക്ക് ലോകത്തിൻ്റെ ഒരു വിഷത്തിൽ ചെന്ന് ചാടി ആത്മാവ് നഷ്ടപ്പെടാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെയായിരിക്കും എൻ്റെ കൂട്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ആ ഒരു ബോറടിക്കുന്ന, ഒറ്റപ്പെട്ട് പോകുന്നില്ല, പല ആൾക്കാരും ചെന്ന് അവർക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ പോയി ചാടി വീണ് പോയിട്ടില്ലേ? ആ ഒരു സംഘർഷമാത്മകമായ ഒരു ടെംപ്റ്റേഷന് ഇവർ ക്രിസ്തുവിനെ വെച്ച് മാനേജ് ചെയ്യണം. കണ്ടില്ലേ?
അത് അപാര മാനേജിങ്ങാണ്. ഈ ബോർ ടൈമിൽ ചില ആൾക്കാർ ഇങ്ങനെ കൂട്ടുകൂടുമ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അത് നമ്മൾ തേപ്പെന്നൊക്കെ പിള്ളേർ പറയണ സംഭവിച്ചാൽ തേക്കാൻ വേണ്ടി മാത്രം കൂടുന്നവരുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം വന്ന്, ഈ ബോർ ടൈം വന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ആ ബോർ ടൈം കഴിയുമ്പോൾ അയാളെ കണ്ട് പഠിച്ച് അയാളെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെടുക്കും. അത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ട് കക്ഷികളും പരസ്പരം വഞ്ചിക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ആത്മവഞ്ചനയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ? നിങ്ങൾ തന്നെ ബേസിക്കായിട്ട് ആത്മവഞ്ചനയിൽ പോവുകയാണ്. അപ്പം നിങ്ങൾ പറയാം അതൊക്കെ സാരമില്ല, അതൊക്കെ ടൈം പാസ് ഒന്നും പറഞ്ഞ സാധനമില്ല. ടൈം പാസ് അല്ല ശരിക്കും സംഭവിക്കണത്. സമയം കൊല്ലാൻ വേണ്ടിയല്ല. നിങ്ങൾ ചെയ്യണത് ഗ്രേസ് പാസ്സാണ് നടക്കുന്നത്. കൃപയാണ് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? ഈ കാപട്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ തൽക്കാലം ചെയ്യാവുന്നത് എന്താണ്? നിങ്ങളുടെ പാസ്ബുക്ക്, നിങ്ങളുടെ ചെക്ക് ബുക്ക് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും ഇല്ലേ? എൻ്റെ ചെക്ക്, ഞാൻ എഴുതിയ ചെക്ക്, ഒപ്പിട്ട ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്ക് ആ ചെക്കും കൊണ്ട് വന്നാൽ പൈസ കൊടുക്കുമെന്ന് പറയും. നിങ്ങൾ പെട്ടുപോയ ബന്ധമാണെങ്കിൽ ഉടനെ സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കണം. എന്താ കാര്യം? ഓക്കെ, ഇത്രയും നാൾ നമ്മളിങ്ങനെ ഒരു റിലേഷനിലായിപ്പോയി, പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാതൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള കുറേ സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥിരം ഡയലോഗ് ഇവിടെ അങ്ങോട്ടും ഇവിടെയും കീച്ചും, അതൊക്കെ കീച്ചിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം അറിയാതെ നീ വിശ്വാസിയാണെങ്കിൽ എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് വിഷയം അതാണ്. ആ നിയോഗം നിറവേറിയില്ലെങ്കിലും, നിന്നെ ഏൽപ്പിച്ച കാര്യം നിറവേറിയില്ലെങ്കിലും, നീ നിയോഗം വെച്ച കാര്യം നിറവേറിയില്ലെങ്കിലും നീ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകരുത്. മനസ്സിലായില്ലേ? അത് ഒന്നിനു വായിച്ച ആ ഭാഗം. അതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റൽ മെസ്സേജ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഞാൻ വിട്ടുപോകുന്ന നാട്ടെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിതമായ ഒരു വർക്ക് ചെയ്യണത് ഈ മേഖലയിലാണ്. എന്താണ്? ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് നിങ്ങൾ തിരികെ കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ വിട്ടുപോകുന്ന ഒരു ജീവിത രീതിയുണ്ട്. നിങ്ങളുടെ നിയോഗം നിറവേറിയില്ല, നിങ്ങളുടെ നിയോഗം ആ രീതി നിറവേറിയില്ലെങ്കിലും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു നാടുണ്ട്, ദൈവാനുഭവമുണ്ട്. നിങ്ങൾ വിട്ടുപോകുന്ന ഒരു ലോകജീവിതമുണ്ട്, അതിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. ഇത് നിങ്ങൾ കൃത്യമായിരിക്കാം. ഇത് എന്നെ ബോധ്യപ്പെടുത്താനല്ല, കൗൺസിലേഴ്സിനെ ബോധ്യപ്പെടുത്താനല്ല, ദൈവത്തെ ആദ്യം ബോധ്യപ്പെടുത്തണം. എന്താണ്? ഞാൻ എൻ്റെ നിയോഗം നിറവേറിയില്ലെങ്കിലും ഞാൻ തിരിച്ചു പോകത്തില്ല പഴയ മദ്യപാനത്തിലേക്ക്. അതുപോലെ തന്നെ എന്തെല്ലാം തരമാണ് ദൈവത്തിന് സത്യസന്ധമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായി. അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് കാരണം എനിക്ക് പേര് കിട്ടിയില്ല. പുള്ളി വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലടി എന്ന് പറഞ്ഞു. ഭർത്താവ് ഭാര്യയോട് പറയണേ, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു. നീ നിൻ്റെ ആങ്ങളയുമായിട്ട് മിണ്ടിയിട്ട് എത്രയോ വർഷം, 12 വർഷമായില്ലേ. അപ്പം ഞാനീ ജോലി കിട്ടാതെ ഗതി കിട്ടാൻ പ്രേതം പോലെ നടക്കേ ഉള്ളൂ. എന്താ കാര്യം? നീയാണ് ആദ്യം ഉടമ്പടി എടുത്തത്, നിന്നെ കണ്ടാണ് ഞാൻ ഉടമ്പടി വന്നത്. ഭാര്യ ഉടമ്പടി എടുത്തിട്ടാണ്, അത് അവളുടെ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ് ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. പക്ഷേ എന്നിട്ടും സംഭവം വിജയിച്ചില്ല. അയാൾ പക്ഷേ ഈ വൈഫിനേക്കാൾ കുറച്ച്, വൈഫിങ്ങനെ ക്യാഷ് വേറെ എടുത്തതാണ്. അതെല്ലാവരും കേട്ടിട്ട് ഉടമ്പടി എടുത്ത് കുറേ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വന്നതാണ്. കുറേ ആൾക്കാർക്ക് കുറേ സാക്ഷിയൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതി കെട്ടിത്താത്താന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ട് അവർ ഒറ്റക്ക് നടക്കുകയാണ്. പക്ഷേ അവർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഹസ്ബൻഡിന് തോന്നി, ശരി എന്നാൽ ഞാൻ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ
അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന് പറയും. അതുതന്നെയാണ് ഈ വൈഫും വായിച്ചതേ. ആ പ്രതിയാണ് സംസാരിക്കാതിരിക്കണത്. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ വീട്ടിൽ വന്നിട്ടും പറഞ്ഞ് 2-3 മാസമായിട്ട് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ ഉടനെ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ഇവളോട് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അപ്പോഴല്ലേ സംഭവം. എല്ലാത്തിൻ്റെയും കയ്യിരിപ്പുണ്ടേ. നിങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ മുനിഞ്ഞ് കത്തണതിൻ്റെ കാരണം നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ ഉടമ്പടി പുതുക്കി 11, 12 പുതുക്കും. പക്ഷെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ എന്ത് ചെയ്യും? ഇവൾ ഈ ആങ്ങളയോട് സംസാരിച്ചിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കണമെന്ന് വിചാരിക്കും, കുഴപ്പമൊന്നുമില്ല, ആങ്ങളയില്ലല്ല, എനിക്ക് ആങ്ങളയില്ലല്ല, പിന്നെ ആ പ്രശ്നം നമ്മുടെ അല്ലെന്ന് വിചാരിക്കും. ആങ്ങളെ തന്നെയാണെന്ന് നിർബന്ധമില്ല. ആരോടെങ്കിലും നിങ്ങൾ വെറുപ്പോടുകൂടി മിണ്ടാതെ സ്നേഹമില്ലായിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സ്നേഹരാഹിത്യമുള്ള കാരണം അതിലൂടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ വൈഫിനത് മനസ്സിലായില്ല, ഹസ്ബൻഡിന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ ബേസിക്കായിട്ട് ദൈവത്തിനെ അന്വേഷിച്ചാൽ മാത്രമേ, ഉടമ്പടിയിലൂടെ ജോലിയും വീടും വിവാഹം കുഞ്ഞുങ്ങളെയും മാത്രം അന്വേഷിച്ചാൽ മനസ്സിലാകത്തില്ല. ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാകും. ഉടമ്പടിയിലൂടെ അന്വേഷിക്കണം എന്താണ്? ഒരു ഉന്നതമായ ആധ്യാത്മിക ജീവിതം അന്വേഷിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേട്ടുകേൾവില്ലാത്ത നിങ്ങൾ വെക്കാത്ത ആപ്ലിക്കേഷൻ പോലും നിങ്ങളെ തിരിച്ച് വിളിച്ച് ജോലി തരും. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ആദ്യം അന്വേഷിച്ചുകൊണ്ടാണ്. ഇതൊരു 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണമെന്ന്. കേട്ടത് കൊണ്ട് കാര്യമില്ല, അത് അഭിഷേകമായിട്ട് ആന്തരിക ബോധ്യമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള് കേൾവിയുടെ സ്വരത്തിനപ്പുറം എന്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.